ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്കൊരുപാട് സ്നേഹിതന്മാരുണ്ട്. അവരൊക്കെ നല്ലവരാണെന്നും ചിലര് നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ നമ്മൾക്കുള്ള ചില ധാരണകളുണ്ട്. നമ്മളൊരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിലെ ഇലകളോട് ചില സ്നേഹിതന്മാരെ സാദൃശ്യപ്പെടുത്താം. ആ ഇലകൾ കുറെ കഴിയുമ്പോഴത്തേക്കും വാടി നിലത്ത് വീണ് ഉണങ്ങിപ്പോകും. ഇതുപോലെയാണ് ചില സ്നേഹിതന്മാർ. ഇലയ പച്ചയായിരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എക്കാലവും ഞാൻ ഈ വൃക്ഷത്തോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ വെയിൽ വരുമ്പോൾ, കാറ്റ് വീശുമ്പോൾ അത് താഴെ വീണ് വാടി ഉണങ്ങിപ്പോകും. ചില കൂട്ടുകാരെന്ന് പറയുന്നത് ശിഖരങ്ങളോട് തുല്യമാണ്. ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഒരുപക്ഷെ ആ കൊമ്പുകളൊക്കെ ഒരുപക്ഷെ ഒടിഞ്ഞു പോയേക്കാം. ഇതുപോലെയാണ് ചില സുഹൃത്തുക്കൾ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ ആ കൊമ്പുകളൊക്കെ, സുഹൃത്തുക്കളാകുന്ന കൊമ്പുകളൊക്കെ ഒടിഞ്ഞു മാറ്റപ്പെടും. എന്നാൽ നമ്മൾ അവഗണിച്ചിരിക്കുന്ന ചില കൂട്ടരുണ്ട്, ആ വൃക്ഷത്തിന്റെ അടിയിലേക്ക് പോകുന്ന വേരുകൾ. ആ വേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് കാറ്റോ കൊടുങ്കാറ്റോ ഏത് വന്ന് അഴഞ്ഞടിച്ചാലും അത് ആഴത്തിൽ വേരൂന്നിയത് കൊണ്ട് ആ വൃക്ഷത്തെ താങ്ങി നിർത്തും. ഇതുപോലെയാണ് ചില സുഹൃത്തുക്കൾ. ഒരിക്കലും ആ വേര് ലോകം അറിയപ്പെടുന്നില്ല. ആ വൃക്ഷം ഒരിക്കലും ആ വേരിനെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ടും ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത് ആ വേരുകളാണ്. ഇതുപോലെയാണ് നമ്മളുടെ ചില സുഹൃത്തുക്കൾ. പ്രിയമുള്ളവരെ, നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്, ചില മനുഷ്യര് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിക്കും. ഉപയോഗം കഴിയുമ്പോൾ ചവിറ്റുകൊട്ടയിലേക്ക് തള്ളിയിടുന്ന സുഹൃത്ത് ബന്ധങ്ങളുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ വേരിനെ പോലെ കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഈ വേരിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ വേര് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വൃക്ഷത്തെ താങ്ങി നിർത്തും. ഈ വേരുകൾ ഭൂമിയിൽ ഊന്നിയാണ് നിൽക്കുന്നത്. നമ്മളാകുന്ന വൃക്ഷം ക്രിസ്തുവിൽ വേരൂന്നുന്നവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ കാത്തുപരിപാലിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം, സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയാണ്, ചിലർ സ്നേഹിതരിൽ നിന്ന് അടിക്കും, ചിലർ സഹോദരരെക്കാൾ ഉറ്റവരാണ്. ക്രിസ്തുവിൽ ഊന്നിയുള്ള, ക്രിസ്തുവിനായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തില് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സുഹൃത്തുക്കളും സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷം മാത്രം സുഹൃത്ത് ബന്ധങ്ങൾ കെട്ടിപ്പൊക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ മൂലം ജീവിതം നഷ്ടപ്പെട്ടു പോയവർ, ഉറ്റ സുഹൃത്തുക്കൾ മൂലം കടം ബാധ്യതയിലാകപ്പെട്ടവര്, ഉറ്റ സുഹൃത്തുക്കൾ മൂലം സൽപ്പേരുകൾ നഷ്ടപ്പെട്ടവര്, ഉറ്റ സുഹൃത്തുക്കൾ മൂലം ജീവിതം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, ഉറ്റ സുഹൃത്തുക്കൾ മൂലം കണ്ണീരിലായി പോയവര്, ഉറ്റ സുഹൃത്തുക്കൾ മൂലം മണിമാളികയിൽ നിന്ന് വാടക വീട്ടിലേക്ക് ജീവിതം മാറ്റപ്പെട്ടവർ, ഉറ്റ സുഹൃത്തുക്കൾ മൂലം കുടുംബ ബന്ധങ്ങൾ നശിച്ചു പോയവർ, വാത്സല്യത്തിന്റെ സന്തോഷങ്ങൾ കെടുത്തിക്കളഞ്ഞ ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക. ഇതാ, ക്രിസ്തുവിൽ വേരൂന്നുന്ന സുഹൃത്ത് ബന്ധങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.